ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ശബരിമല സ്ട്രോങ് റൂമിലെ കണക്കെടുപ്പ് അത് 3 ദിവസമായിരുന്നു. അത് ഇന്ന് പൂർത്തിയാകും. പരിശോധനയുടെ 3-ാം ദിവസമാണിന്ന്. ശേഷം റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരൻ മലയിറങ്ങും. അതേസമയം സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം സന്നിധാനത്തെ തെളിവെടുപ്പ് തുടരുകയാണ്. ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിലുള്ള 3 ഉദ്യോഗസ്ഥരാണ് സന്നിധാനത്തുള്ളത്. വിവരങ്ങൾ CK അഭിലാൽ ആയിരിക്കും നമുക്ക് നൽകുക. അഭിലാൽ, ഗുഡ് മോർണിംഗ്. 3 ദിവസത്തെ കണക്കെടുപ്പ് അത് ഇന്ന് പൂർത്തിയാകും. 3 ദിവസമാണ് പറഞ്ഞിരുന്നത്. ഇന്ന് തന്നെ പൂർത്തിയാകുമെന്നാണോ അറിയുന്നത്? അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ സന്നിധാനത്തുണ്ട്. അങ്ങനെ 2 രീതിയിലുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് സന്നിധാനത്ത് കാര്യങ്ങൾ പോകുന്നത്? ഗുഡ് മോർണിംഗ്. ശനി, ഞായർ, തിങ്കൾ 3 ദിവസത്തെ കണക്കെടുപ്പ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് എത്തിച്ചേർന്നത്. അതിൽ ആദ്യത്തെ 2 ദിവസം ശനി, ഞായർ ദിവസങ്ങളിൽ സന്നിധാനത്തെ സ്ട്രോങ് റൂം പരിശോധനയും തിങ്കളാഴ്ച ദിവസം ആറന്മുളയിൽ ശബരിമലയുടേതായി ഉള്ള സ്ട്രോങ് റൂം പരിശോധിക്കുമെന്നുള്ളതാണ് മുൻപ് ധാരണയായിരുന്നു. പക്ഷേ ശബരിമല സ്ട്രോങ് റൂമിലെ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം ദേവസ്വം ബോർഡിന്റെ മഹസർ രേഖപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും അതിന്റെ തൂക്കം അടക്കം പരിശോധിച്ച് അത് സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്ന് ആവർത്തിച്ചുറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമായിട്ടുള്ളത്. സ്വർണ്ണപ്പാളിയിൽ മാത്രമായി തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, അതല്ല, ഭഗവാന് കാണിക്കായി സമർപ്പിച്ചിട്ടുള്ള അമൂല്യമായ മറ്റ് വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധനയിലൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതി ശ്രമം നടത്തുന്നത്. ചുരുക്കത്തിൽ 2 ദിവസത്തെ പരിശോധന കൊണ്ട് ഏറെക്കുറെ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. അതേസമയം പരിപൂർണമായി സ്ട്രോങ് റൂമിലുള്ള ഉരുപ്പടികൾ കണക്കെടുത്ത് കൃത്യത വരുത്തണമെങ്കിൽ ഇന്നൊരു പകൽ ദിവസം കൂടി വേണ്ടിവരുമെന്നുള്ളതാണ് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം മലയിറങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശേഷം സീൽ ചെയ്ത കവറിൽ റിപ്പോർട്ട് വിശദമായി തന്നെ ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ പരിശോധനയുടെ ഭാഗമായിരുന്ന സ്പെഷ്യൽ കമ്മീഷണർ കൊല്ലം ജില്ലാ ജഡ്ജിയുടെ ഉണ്ടായിട്ടുള്ള ജഡ്ജി ജയകൃഷ്ണൻ ഇന്നലെ രാത്രി മലയിറങ്ങിയിട്ടുണ്ട്. അതേസമയം SIT സംഘം ഇന്നലെ ഉച്ചയോടുകൂടി അവിടെ എത്തുകയും വിവരശേഖരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് KT ശങ്കരന്റെ സ്ട്രോങ് റൂമിലെ തെളിവെടുപ്പിയായ ശേഷമായിരിക്കും അവർ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനയിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. ആ രീതിയിൽ 2 തരത്തിലുള്ള നടപടികളാണ് അവിടെ മുന്നിലേക്ക് പോകുന്നത്. ഒന്നും ഈ സ്ട്രോങ് റൂമിലെ പരിശോധന, ആ കണക്കെടുപ്പ് തുടരുകയാണ്. അത് ഇന്ന് പൂർത്തിയാകുമെന്നാണ് മനസ്സിലാകുന്നത്. ജസ്റ്റിസ് KT ശങ്കരൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘം അവർ സന്നിധാനത്തുണ്ട്. അവിടെയും തെളിവെടുപ്പ് തുടരുകയാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള അന്വേഷണവും മുന്നിലേക്ക് പോകുന്നുണ്ട്. അമൽ തേനമ്പറമ്പിലും CK അഭിലാലുമാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ ഓരോന്നും നൽകിയത്.